കുവൈത്തിലെ പവർ സ്റ്റേഷനുകളും ജലശുദ്ധീകരണ കേന്ദ്രങ്ങളും എണ്ണ മേഖലയിലെ സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ട് നിരവധി ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മിനിസ്ട്രീസ് കോംപ്ലക്സിലെ ഒരു കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടായെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സലീം കോട്ടയിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സലീം, പറയൂ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 9 ബാലിസ്റ്റിക് മിസൈലുകളും 4 ക്രൂയിസ് മിസൈലുകളും 31 ഡ്രോണുകളുമാണ് സായുധ സേന വിജയകരമായി പ്രതിരോധിച്ചത്. മിനിസ്ട്രീസ് കോംപ്ലക്സ്, ഷുവൈക്കിലെ ഓയിൽ സെക്ടർ കോംപ്ലക്സ്, എണ്ണ വൈദ്യുതി നിലയങ്ങൾ എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഇന്ന് രാവിലെ KNPC, PIC സ്ഥാപനങ്ങളിലേക്കും ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായതായി അധികൃതർ അറിയിച്ചു. ചില സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അടിയന്തര സംഘങ്ങളും അഗ്നിശമന സേനയും ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിലയിരുത്തുവാനുള്ള നടപടികൾ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കുവൈറ്റ് സിറ്റിയിലെ മിനിസ്ട്രീസ് കോംപ്ലക്സിലുണ്ടായ ആക്രമണത്തിൽ കെട്ടിടത്തിന് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 98 സംഭവങ്ങളിൽ ഫയർഫോഴ്സ് സംഘം ഇടപെട്ടതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ, എണ്ണ കേന്ദ്രങ്ങൾ, വൈദ്യുതി ജലനിലയങ്ങൾ എന്നിവയ്ക്കെതിരായ തുടർച്ചയായ ആക്രമണങ്ങളെ അധികൃതർ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. UN അടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിലും കുവൈറ്റ് ശക്തമായ പ്രതിഷേധം ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിത രീതിയിലാണ് പ്രവർത്തനം തുടരുന്നത്. ആക്രമണവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ അതിനിടെ മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം സംഘർഷം നീണ്ടുപോകുന്നത് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരിൽ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുവെന്ന ആശങ്കയും വരുന്നുണ്ട്.